ഗൈസ് OCI പ്ലേയേഴ്സിൻ്റെ ഒരു ചർച്ചകളൊക്കെ നടന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് OCI പ്ലേയേഴ്സിന് ഇങ്ങനെ എലിജിബിൾ ആയിട്ടുള്ള നല്ല പ്ലേയേഴ്സിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ചെയ്യും എന്നുള്ളത്. നല്ലതെന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഓൾറെഡി നമ്മുടെ ഇന്ത്യയിൽ ലീഗിലൊക്കെ കളിക്കുന്ന നല്ല പ്ലേയേഴ്സ് ഉണ്ട്. നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെവൽ മുകളിലുള്ള താരങ്ങളാണ്. അപ്പം നമ്മൾ അവരെ പറ്റിയൊക്കെ ആണ് കൂടുതലും സംസാരിക്കാനുള്ളത്. അങ്ങനത്തെ പ്ലേയേഴ്സ് തന്നെയാണ് വരേണ്ടത്. കാരണം 100 കണക്കിന് ഇപ്പം ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. നമുക്ക് അവരെ എല്ലാം ആവശ്യമില്ല. ഈ പറഞ്ഞതുപോലെ ഒരു ലെവൽ ഹൈ നിൽക്കുന്ന താരങ്ങളെയാണ് വേണ്ടത്. അപ്പം അതിൽ പറയാൻ പറ്റുന്ന താരങ്ങളാണ് ഇപ്പം യാൻ ദന്ത ആണെങ്കിലും അല്ലെങ്കിൽ ഡാനി ബാത്ത് ആണെങ്കിലും ഇപ്പം മൻപ്രീത് സർക്കറിയ, ഇവരെ പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഒമിത് സിംഗ് ഒരു പരിധി വരെ നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്ന ഒരു താരമാണ്. അദ്ദേഹം പേർഷ്യൻ ടോപ്പ് ടയറിലാണ് കളിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അങ്ങനെ ഒരു താരത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതും ഇപ്പോൾ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ യൂറോപ്പിലെ ഒരു ടോപ്പ് ടയറിൽ സൈൻ ചെയ്യുന്ന താരം സിമ്രൻജിത്ത് താണ്ടി എന്ന് പറയുന്ന ഒരു താരമാണ്. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. 24 വയസ്സുകാരനായിട്ടുള്ള താരം ഒരു റൈറ്റ് ബാക്ക് പ്ലെയർ ആണ്. അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ അണ്ടർ-17 കാറ്റഗറിയിലൊക്കെ കളിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ ലെസ്റ്ററിൽ തന്നെയാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ ലെസ്റ്റർ സിറ്റിയുടെ ഒരു അക്കാഡമി വഴിയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. പിന്നീട് സ്റ്റോക്ക് സിറ്റി എന്ന് പറഞ്ഞ ക്ലബിൻ്റെ റിസർവ് സൈഡിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. പിന്നെ ഇംഗ്ലണ്ടിലെ ചില ലോവർ ടയേഴ്സിലൊക്കെ കളിച്ചതിന് ശേഷം 2019 മുതൽ അദ്ദേഹം സൈപ്രസ് ലീഗിലാണ് കളിച്ചു വന്നുകൊണ്ടിരുന്നത്. ഈ ഒരു സമ്മറിൽ അദ്ദേഹം എവിടെയും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്താണ് കാര്യം എന്നറിയില്ല, എന്തെങ്കിലും ഇഞ്ചുറി കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നറിയില്ല. ഏതായാലും അദ്ദേഹം ഇപ്പോൾ ഒരു ക്ലബ്ബിൽ സൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ. ലോക്സ എന്ന് പറയുന്ന ഒരു ക്ലബ്ബിലാണ് അദ്ദേഹം ഇപ്പോൾ സൈൻ ചെയ്യുന്നത്. ഏതായാലും സൈപ്രസ് ലീഗിൽ ഏതാണ്ട് 59ഓളം മത്സരങ്ങളൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഈ ഒരു ഡോക്സ എന്ന് പറയുന്നൊരു ക്ലബ്ബിൽ അദ്ദേഹം വന്ന് സൈൻ ചെയ്ത് ആദ്യത്തെ മത്സരത്തിൽ അദ്ദേഹം ഫുൾ ടൈം കളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഞാൻ പിന്നെ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ചെക്ക് ചെയ്തിരുന്നു. റൈറ്റ് ബാക്കിന് പുറമെ ലെഫ്റ്റ് ബാക്കിലും ഒക്കെ കുറേ മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ബേസിക്കലി ഇദ്ദേഹം ഒരു റൈറ്റ് ഫൂട്ടഡ് പ്ലെയർ തന്നെയാണ്. പിന്നെ ഈ സൈപ്രസ് ലീഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്യൻ ലീഗ് തന്നെയാണ്. ഇപ്പം യൂറോപ്പ ലീഗിലേക്ക് കളിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. അവിടുന്ന് ക്ലബ്സൊക്കെ വന്ന് കളിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഫോറിനേഴ്സ് അങ്ങനെ ഒരുപാട് വരുന്നൊരു ലീഗല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫോറിനറായിട്ട് കളിക്കുന്നൊരു താരമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ISL കളിച്ചിട്ടുള്ള മിക്കു, കോറോ, അതുപോലെ ഫക്കുണ്ടോ പെരേര KBS കളിച്ചിട്ടുള്ള പ്ലെയർ, ഇവരൊക്കെ ആ ഒരു ലീഗിൽ നിന്നൊക്കെയാണ് ഈ ഒരു ISLലേക്കൊക്കെ എത്തുന്നത്. സോ ആ ഒരു ക്വാളിറ്റി ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൈപ്രസ് ലീഗ് അത്യാവശ്യം നല്ല ലീഗായിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ്. ഞാൻ ടോപ്പ് ക്വാളിറ്റി അല്ല, പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി ലീഗായിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നൊരു ലീഗാണ് എന്നുള്ളതാണ്. പിന്നെ ആദിൽ നബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയർ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഈ ഒരു ക്ലബ്ബിൽ കളിക്കുന്നുണ്ട്. ആദിൽ നബി നമുക്ക് ഒരുപക്ഷെ അറിയാം, 2015 ഡൽഹി ഡൈനാമോസിൽ കളിച്ചിരുന്ന താരമാണ്. ഇപ്പോൾ അദ്ദേഹം പാകിസ്ഥാന് വേണ്ടി എലിജിബിൾ ആണ് എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ മാച്ചസ് ഒന്നും ഇതുവരെ കളിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. എനിവേ, ഈ പറഞ്ഞതുപോലെ OCI പ്ലേയേഴ്സിനെ കളിപ്പിക്കാം എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു താരം തന്നെയാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. സോ ഈ പറഞ്ഞ ഒരുപാട് താരങ്ങളുണ്ട്. ഇപ്പോൾ ഈ OCI ഇതൊക്കെയുള്ള ഒരുപാട് താരങ്ങളുണ്ട്. ഇതിൽ നിന്ന് ടോപ്പ് ലെവലിൽ കളിക്കുന്നത്, ഇപ്പം ടോപ്പ് ലീഗ്സിലേക്ക് ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം ഇംഗ്ലണ്ടിലേക്കാണെങ്കിൽ ടോപ്പ് ടയറും സെക്കൻഡ് ടയറും ഒക്കെ ഒരു ഹൈ ലെവൽ തന്നെയാണ്. അവിടെ നിന്നുള്ള പ്ലേയേഴ്സിനെ കിട്ടിയാലും നമുക്ക് വേർത്താണ്. സോ ഇതും ഒരു ടോപ്പ് അഡീഷൻ ആയിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ റൂൾസും കാര്യങ്ങളൊക്കെ ചേഞ്ച് വരണം. അപ്പം ഇങ്ങനത്തെ പ്ലേയേഴ്സിനെ സ്പോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യാൻ എപ്പോഴും ഇങ്ങനെ OCI പ്ലേയേഴ്സിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് ഒക്കെ വരാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലത്തെ നമുക്ക് അങ്ങനെ സ്പോട്ട് ചെയ്യുന്നൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് രാജ്യത്തിന് ഇവർ വന്നാൽ ഗുണമാകുമോ എന്നുള്ളൊരു ഇത് വരുമ്പോൾ മാത്രമേ ചെയ്തുള്ളൂ. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ ആ റൂള് ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യകത ഇനിയും ഒരു മുൻപിൽ നിൽക്കുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു കാര്യമാണ്. സോ ദാറ്റ്സ് ഗൈസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് വിചാരം കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുക കാണിക്കുകയാണ്.